Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. ലഹരി ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ നടപടികൾ കർശനമാക്കി നിലമ്പൂർ പോലീസ്. നിലമ്പൂരിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ ചന്തക്കുന്ന് ബംഗ്ലാവ് കുന്നിൽ പോലീസ് പരിശോധന നടത്തി. ജനപ്രതിനിധികളുടെ കൂടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. ബംഗ്ലാവ് കുന്നിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനം ശക്തമാകുന്നതായും പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും സമീപവാസികൾക്ക് പരാതിയുണ്ടായിരുന്നു. ചോദ്യം ചെയ്താൽ അത് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും വാദി പ്രതിയാവുകയും ചെയ്യുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. ഈ സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഡിവിഷൻ കൌൺസിലർമാരോട് പരാതിപ്പെടുകയും ഇവർ ഇടപെട്ട് പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. സംസ്ഥാനത്ത് ലഹരിയുടെ അമിത ഉപയോഗം കാരണമുണ്ടാകുന്ന ദുരന്ത വാർത്തകൾ ദിനംപ്രതി പുറത്തുവരുന്ന സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ശക്തമായ നടപടികൾ തുടർന്നുവരികയാണ്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസും ശക്തമായ നടപടി ആരംഭിച്ചത്. ഡിവിഷൻ കൌൺസിലർമാരായ റെനീഷ് കുപ്പായം, കുഞ്ഞുട്ടിമാൻ എന്നിവരുടെയും സാന്നിധ്യത്തിൽ ബംഗ്ലാവ് കുന്ന് പരിസര പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. ഇന്ന് നമ്മളെ നിലമ്പൂരിലെ സിഐ സാറെ നേതൃത്വത്തിൽ നമ്മളെ ബംഗ്ലാവ് കുന്നില് ഈ ലഹരിക്കെതിരെ ഒരു ആളുകളെ അതിനെ ബോധവൽക്കരിക്കുന്നതിനും അതിനെ ഇടപെടുന്ന ആളുകളെ തടയുന്നതിനും വേണ്ടി ഇന്നൊരു പെട്രോളിംഗ് രാവിലെ നടത്തി. അത് ഞങ്ങൾ സിഐ സാറുമായി ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സപ്പോർട്ട് കൂടിയിട്ടുള്ള ഒരു പെട്രോളിംഗ് തന്നെയാണ് ഇന്ന് നടത്തിയത്. അതിലുപരി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത ആളുകൾ പോലും ഇതിലേക്ക് പല യൂണിഫോം ഡ്രസ്സ് പുറത്തഴിച്ചു വെച്ച് സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ ഇതിൻ്റെ അകത്തേക്ക് കയറി പല അനാശ്വാസ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. സംശയം തോന്നിയവരെ ചോദ്യം ചെയ്തു. വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പൊതുസമൂഹം ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കാവുന്നതാണെന്നും കുട്ടികളുടെ രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിലമ്പൂർ ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലും ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ഈ ബംഗ്ലാവ് കുന്നിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വെച്ചിട്ട് ധാരാളം പേര് ഈ ലഹരിയുടെ ഉപയോഗത്തിനും മറ്റ് പല കാര്യങ്ങൾക്കുമായി എത്തുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് മുമ്പേ കിട്ടിയതായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചുറ്റുപാടുമുള്ള ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ഇവിടെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിലമ്പൂർ പോലീസ് ഇപ്പോൾ ഇത്തരം ഒരു ഉദ്യമത്തിന് ഇറങ്ങിയിട്ടുള്ളത്. തീർച്ചയായും നിരന്തരമായ പോലീസ് പെട്രോളിങ് ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഇത്തരം പ്രവൃത്തികൾക്കായി വരുന്ന ആളുകളെ പോലീസ് വ്യക്തമായി ചോദ്യം ചെയ്ത് അവരുടെ രക്ഷിതാക്കളെ വിവരം അറിയിച്ച് നല്ല ഈ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നവർക്ക് ഏറ്റവും സുന്ദരമായി ഈ പ്രദേശത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കാനുള്ള ഒരു വഴിയൊരുക്കുക എന്നുള്ളത് കൂടി പോലീസിന്റെ ഒരു. നിലമ്പൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രത്യേകിച്ച് ടൂറിസം സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും സുനിൽ പുളിക്കൽ അറിയിച്ചു. ബംഗ്ലാവ് കുന്ന് സമീപ പ്രദേശങ്ങളിൽ പൊതുജനങ്ങൾ ജാഗരൂകരായി ഉണ്ടാകുമെന്നും ബംഗ്ലാവ് കുന്നിന്റെ മനോഹാരിത കണ്ട് ആസ്വദിച്ചു മടങ്ങിപ്പോകാമെന്നല്ലാതെ ലഹരിയും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവും ഉദ്ദേശിച്ചുകൊണ്ട് പ്രദേശത്തെത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ പോലീസിന് പ്രദേശവാസികളുടെ എല്ലാവിധ സഹായവും ഉണ്ടാകുമെന്നും കൌൺസിലർമാരും പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.